ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം നിങ്ങളുടെ RJ ബിസ്മി ഫലാട്ടിയാണ്. നമുക്കറിയാം, അടുത്ത ആഴ്ച മലയാളികൾ എന്നതിനേക്കാൾ ഏറെ അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ദിവസമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ദിവസമാണ്. മതവികാരങ്ങളെ വ്രണപ്പെടുത്താതെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ന് നടക്കുന്ന നാഷണൽ വോട്ടിംഗ് ഡേയെ ഒട്ടും തന്നെ തടസ്സപ്പെടുത്താതെ വിന്ധ്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ഫായില് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ദിവസം ഒരുക്കിയിരിക്കുകയാണ്. അമ്മമാർ മാത്രമല്ല, പെൺകുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. സഹോദരി ഹൈറ്റി എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഫ്രീ എൻട്രി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ അംഗങ്ങളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ഒരു പരിപാടിയെ പറ്റിയിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ മലയാള ജാലകത്തില് പായലിന്റെ ഈ വർഷത്തെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പരിപാടി തീർച്ചയായിട്ടും അമ്മമാരെയും പെൺകുഞ്ഞുങ്ങളെയും ഓർത്ത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെയും മാനസിക പ്രശ്നങ്ങളെയും പറ്റി സംസാരിക്കാനും ഒത്തൊരുമിച്ച് ഒരു ദിവസത്തെ ഒരു ആഘോഷമാക്കി മാറ്റാനും വേണ്ടി നടത്തുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഇവന്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് എവിടെയാണെന്നല്ല, ഇത് നമ്മുടെ ഹോപ്പേഴ്സ് ക്രോസിംഗിലെ ഒരു കമ്മ്യൂണിറ്റി സെന്ററിലാണ് നടക്കുന്നത്. ഇതിൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് പരിപാടി നടക്കുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം ഇത് വളരെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർക്ക് ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാം. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. എന്താണ് മദേഴ്സ് ഡേ? എന്തിനാണ് മദേഴ്സ് ഡേ? എങ്ങനെയാണ് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? തുടങ്ങിയ 3 ചോദ്യങ്ങളാണ് ഒരു അമ്മയായ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ 14 വർഷമായിട്ട് മലയാള ജാലകം കടന്നു വരുമ്പോൾ നമ്മൾ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേനെ ഒക്കെ പറ്റിയിട്ട് നമ്മൾ വളരെയധികം ചർച്ചകൾ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ പറയാറുണ്ട്, എന്തിനാണ് മദേഴ്സ് ഡേ ഒരു ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? എല്ലാ ദിവസവും അമ്മമാരെ അച്ഛന്മാരെ ഒക്കെ നമ്മൾ സ്നേഹിക്കണം, അവരോട് സ്നേഹം കാണിക്കണം, അവർക്ക് നന്മ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും ഈ ഒരു ദിവസത്തെ നമ്മൾ ഇതിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് ആദ്യത്തെ മെയ് മാസത്തെ ആദ്യത്തെ രണ്ടാമത്തെ സൺഡേ അങ്ങനെ അങ്ങനെ എന്താണ് അതിന്റെ റൂള്, അത് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ മാറ്റിയാലും ഇതൊരു മദേഴ്സ് ഡേ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്? നമ്മളൊക്കെ കുട്ടികൾ സ്കൂളുകളിലാണെങ്കിലും നമുക്കറിയാം, അവർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ചോദിക്കും. ചിലപ്പോൾ അവരുടെ പോക്കറ്റ് മണിയിൽ നിന്ന് എടുത്തിട്ടായിരിക്കും. സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന മനോഹരമായ അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ ചെറിയ മഗ്ഗുകൾ, മദേഴ്സ് അമേസിംഗ് മം, അല്ലെങ്കിൽ സൂപ്പർ മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കപ്പുകൾ എന്റെ കപ്പ് ഷെൽഫിൽ അങ്ങനെ കുറെ ആ, ആ, നല്ല നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയുന്ന കുറെ നല്ല കപ്പുകൾ സാധാരണ ഈ മദേഴ്സ് ഡേക്ക് എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്കും അത് കിട്ടിക്കാണും. പക്ഷെ എന്റെ ഇന്നത്തെ ചോദ്യം അതൊന്നുമല്ല. നമ്മൾ ഈ ഒരു മദേഴ്സ് ഡേ പലരും പല രീതിയിൽ ആഘോഷിക്കുമ്പോൾ അമ്മ എന്ന നിലയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഈ ഒരു ദിവസം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ദിവസം ചിന്തിക്കേണ്ടത്? 3 കാര്യങ്ങളാണ് ഞാൻ ഈ വർഷം അമ്മ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു അമ്മയുടെ പല മേഖലകളുണ്ടെങ്കിലും പല വർഷങ്ങൾ ചെല്ലുന്തോറും നമ്മൾ അമ്മ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്ന കുറെ മേഖലകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പുതിയ അമ്മ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അമ്മ എന്ന ഒരു വികാരത്തിൽ നിന്ന് 20 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ എന്ന നിലയിലോട്ട് മാറുമ്പോൾ നമ്മുടെ അമ്മ എന്ന ആ ഭാരിച്ച ഉത്തരവാദിത്വത്തിന് പല മേഖലകളില് മാറ്റങ്ങൾ വരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി ഈ വർഷം ആം, എന്താ പറയാ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഈ വർഷം ഞാൻ ചെലവഴിക്കുന്നത് ഒരിത്തിരി വ്യത്യാസപ്പെട്ട രീതിയിലാണ്. കാരണം ഈ വർഷം എൻ്റെ ഒരു ജൂബിലി ഇയർ കൂടിയാണ്. ഇപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ ഒരു ജൂബിലി ഇയർ ആഘോഷിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ എത്തി, ഞാൻ എവിടെ എത്തി, ഞാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം, എങ്ങനെ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചാൽ എത്രയും കൂടെ കൂടുതൽ നാള് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാം, തുടങ്ങിയ ചിന്തകളാണ് എനിക്ക് ഈ വർഷമുള്ളത്. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും, എനിക്ക് സയൻസ് ആണെങ്കിലും പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും ഒരു ടോപ്പ് 3 കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതെങ്കിലും ഒരു ടിക്ക് ലിസ്റ്റ് എടുത്തിട്ട് നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 3 കാര്യങ്ങൾ ഈ വർഷം, 3 കാര്യം
ഈ വർഷം ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാ വെച്ചാല്, ആ ഒരു അമ്മയായതിന്റെ ആ ഒരു സൗഭാഗ്യം, അതിന്റെ ആ ഒരു ആനന്ദം റീക്രിയേറ്റ് ചെയ്യുക. അത് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും അമ്മയാകുക അല്ലെങ്കിൽ വീണ്ടും ആ വേദകൾ ചിന്തിച്ച് ഇതാക്കുക എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയാവുക എന്നുള്ളത് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് ഏറെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഭർത്താവിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ആവശ്യം എന്ന് പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ ഒരു ആൺകുഞ്ഞിനെ വേണം എന്നുള്ളതാണ്. ആ ഒരു വർഷം എന്നുള്ളത് എനിക്കൊരു 9 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അതിന്റെ ആ ഒരു 9 വർഷത്തെ ഒരു മാനസിക വ്യഥ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ, നമ്മൾ ശാരീരികവും മാനസികവും ആത്മീയമായിട്ടൊക്കെ നമുക്ക് ആ ഉണ്ടായ ഒരു വ്യഥ ഉണ്ടായിരുന്നു, വിഷമം. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, അങ്ങനെ അവസാനം ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുഞ്ഞിന്റെ എന്താണ് ജെൻഡർ എന്ന് അറിയാൻ പാടില്ല, ജനിക്കുമ്പോഴേ അറിഞ്ഞാൽ മതിയെന്ന്. പക്ഷെ ആ ഒരു 9 മാസത്തെ എന്റെ ആദി ഇതായിരുന്നു, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ. എനിക്ക് ഇഷ്ടം പെൺകുഞ്ഞാണെങ്കിലും എന്റെ ഭർത്താവിന് ഇഷ്ടം ആൺകുഞ്ഞായതുകൊണ്ട് ആൺകുഞ്ഞായില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 9 മാസത്തെ വ്യഥ എന്ന് പറയുന്നത് വളരെയധികം, ഒരുപക്ഷെ ആരുമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു മാനസിക വിഷമമായിരുന്നു അത്. പക്ഷെ പിന്നെ അതൊരു ആൺകുഞ്ഞായപ്പോഴും എന്റെ മനസ്സിലോട്ട് വന്നത്, ഞാൻ എന്താ പറയാ, നമ്മുടെ എല്ലാ ടിക്ക് ബോക്സുകളും ഞാൻ റെഡിയാക്കി. പക്ഷേ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഏറ്റവും സങ്കടത്തോടു കൂടെ ഓർക്കുന്ന ആ ഒരു അമ്മയായ ആ സമയത്തെ എന്റെ ആദ്യമായ ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എന്റെ കുഞ്ഞിനോട് അമ്മ എന്നുള്ള എന്റെ കർത്തവ്യങ്ങൾ എനിക്ക് നിർവഹിക്കാനായിട്ട് ശരിയായിട്ട് പറ്റിയിരുന്നോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. കാരണം അന്ന് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, പരിപാലിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ലാത്ത ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിലും എല്ലാവരും തന്നെ ആദ്യമായിട്ട് അമ്മയാകുന്ന ഒരു സമയമാണ്. കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്നും പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സമയങ്ങളാണ്. പലരും പല രീതിയിലുള്ള മദർഹുഡ് അല്ലെങ്കിൽ പല രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അതെല്ലാം എൻ്റെ ജീവിതചര്യയ്ക്ക് അത് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും എൻ്റെ 20 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറയും, ഞാൻ നിന്നെ മര്യാദയ്ക്കൊന്നും നോക്കിയിട്ടില്ല. അതിലെനിക്ക് വളരെയധികം സങ്കടമുണ്ട്. കാരണം എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ മാതൃസ്നേഹം, അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു അടുപ്പം കുഞ്ഞുങ്ങളെ കാണിക്കുക എന്നുള്ളത്. അത് വളരെ അതാണ് ഞാൻ ഈ വർഷം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു നല്ല അമ്മയായിരുന്നെങ്കിൽ 20 വർഷം മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് ചെയ്യാതെ പോയ കാര്യങ്ങൾ നമുക്കറിയാം. ആദ്യത്തെ 7 വർഷം നാം കുഞ്ഞിന് കൊടുക്കുന്ന സ്നേഹവും സാമീപ്യവുമാണ് അവരുടെ മുതിർന്നു വരുന്ന ജീവിതത്തിൽ ഏറ്റവും അധികം അവരെ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ആദ്യത്തെ 7 വർഷങ്ങളിൽ ലഭിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. മറ്റുള്ളവരെ ഉം, എങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പം ഈ വർഷം ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യാതെ പോയ ഭാഗങ്ങളിൽ എങ്ങനെ ഉണ്ടായ ആ മുറിവുകളെ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലും ആ മുറിവുകളെ ഉണക്കാനായിട്ട്, അതാണ് ഞാൻ ആ റിഫ്ലക്ട് ചെയ്ത് ആ ഒരു വർഷത്തിലോട്ട് തിരിച്ചു പോകുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളെ, ഒരു പക്ഷേ നമുക്കറിയാം, നമ്മളൊരു മൈഗ്രന്റ് ആയിരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഫൈനാൻഷ്യലി സെറ്റിൽ ആവുക, വീട് വെക്കുക, ജോലി ശരിയാവുക. പക്ഷെ അതിൻ്റെ ഇടയിൽ എപ്പോഴോ കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ ചൈൽഡ് കെയറിൽ വിടേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഭർത്താവിന്റെ കയ്യിൽ ജോലി ഏൽപ്പിച്ചിട്ടായിരിക്കാം ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്ന അവസരങ്ങൾ. അപ്പൊ ഈ വർഷം നമ്മൾ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് തിങ്ക് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് അവരുടെ ആദ്യത്തെ 7 വർഷകാലം നല്ല അമ്മയായിട്ട് നടന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തൊക്കെ മുറിവുകളാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ ആ മുറിവ് എങ്ങനെ നമുക്ക് ഉണക്കാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ഈ വർഷം ചെയ്യുന്ന ആദ്യത്തെ കാര്യം. അതെങ്ങനെ ചെയ്യും എന്നുള്ളത്, ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോൺവെർസേഷൻ തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ടീനേജ് ആയിട്ടുണ്ടെങ്കിൽ അവര് ടീനേജ് 12 വയസ്സും, എൻ്റെ ഇളയ കുഞ്ഞുങ്ങൾ 12 വയസ്സാണ്. അവരോട് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾ എങ്ങനെയായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള
ധാരണകളുണ്ട്. അപ്പൊ അതിൽ അവർക്കറിയാം അമ്മ എത്രമാത്രം ചെയ്തു, ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ, അമ്മ അമ്മയുടെ ഹഗ് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വേണം, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ വിഷമം വരുമ്പോൾ ഹഗ് വേണം എന്നുള്ള രീതിയിൽ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ഒരു ഹഗിന്റെ സംഭവം നമ്മൾ നേരത്തെ ഒരു ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം മിനിമം 8 ഹഗ്ഗെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ആ ഒരു മാനസികവും ശാരീരികമായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ആ ഒരു സാമീപ്യവും നമ്മൾ അവരെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഓപ്പൺ കോൺവെർസേഷൻസ് നടത്തുവാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ തന്നെ പറയും. എന്താണ് ചിലർ പറയും എന്റെ റൂമിലോട്ടേ വരരുത്, അതാണ് ഏറ്റവും നല്ല കാര്യം. എന്താണോ അവരുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾ ഒരു ദിനചര്യ നമ്മുടെ അമ്മ എന്ന രീതിയിൽ നടത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വർഷം ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയും നമുക്ക് സെൽഫ് കെയർ വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഞാനത് എപ്പോഴും എൻ്റെ ഷോകളിലും ഈവൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളോടും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ കപ്പ് നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ കപ്പിൽ നിന്ന് മറ്റൊരാൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ കപ്പ് ഒരു അര കപ്പ് മാത്രം നിറഞ്ഞിട്ടുള്ള ആ അര കപ്പിൽ നിന്ന് അതാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്ങ് ഇല്ലാതാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ പോസിറ്റിവിറ്റി നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് നിറഞ്ഞു തുളുമ്പണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താണോ നമ്മുടെ ഹൃദയത്തെ സന്തോഷമുള്ളതാക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്, ആ സാധനങ്ങളെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ചെയ്യണം. അതിൽ ഞാൻ ഏറ്റവും അധികം ഒരു പക്ഷേ ഈ വർഷങ്ങളിൽ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം ബൈബിളിൽ നിന്നുള്ള ഒരു വചനം തന്നെയാണ്. ഈശോ പറയുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അത് നമ്മൾ സ്നേഹത്തിന്റെ ഏറ്റവും മഹോന്നത രൂപമായിട്ട് നമ്മളെപ്പോഴും നമ്മൾ പറയും നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. അതിനു മുമ്പ് നമ്മോട് പറയുന്നുണ്ട് നീ നിന്നെ സ്നേഹിക്കണമെന്ന്. കാരണം ഈശോയുടെ നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഈശോയുടെ രൂപത്തിലും ഭാവത്തിലും, ആ ദൈവത്തിന്റെ രൂപവും ഭാവവുമാണ് നമ്മുടെ ആത്മാവിനുള്ളത്. അത് നമ്മളിൽ ഒരു ദൈവിക ഭാവമുണ്ട്, ദൈവിക രൂപമുണ്ട്. അപ്പൊ ആ ഒരു ദൈവിക രൂപത്തെയും നമ്മൾ സ്നേഹിക്കാതെ, നമ്മൾ ആദരിക്കാതെ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനും പോയി കഴിഞ്ഞാൽ അവിടെ നടക്കത്തില്ല. കാരണം ഫസ്റ്റ് ദർ ഇസ് എ റൂൾ, യു ഹാവ് ടു നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കെയർ ചെയ്യണം, നമ്മളെ റെസ്പെക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്പുറത്തോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഏഹ്, ഒരു കാര്യമാണ് ഞാൻ ഈ വർഷം വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാനതിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും പലപ്പോഴും അതിൽ ഞാൻ തോറ്റു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരക്കുകൾ വരുമ്പോഴെപ്പോഴും നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഈ വർഷമാണെങ്കിലും ഈ ഒരു മദേഴ്സ് ഡേ, അറ്റ്ലീസ്റ്റ് ആ ഒരു മദേഴ്സ് ഡേ എന്ന് ഇതിനെപ്പറ്റി ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കാനും, എങ്ങനെ എന്നെ ഫസ്റ്റ് ആക്കിയല്ല എൻ്റെ പ്രയോറിറ്റികൾ നമ്പർ വൺ ആക്കുക, എൻ്റെ പേഴ്സണൽ കെയറിന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുക്കുക, എങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് രണ്ടുമാണ് രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യങ്ങള്, നമുക്കറിയാം നമ്മൾ പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ ഈസി ആയിട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാകാം, അല്ലെ? എൻ്റെ ജീവിതത്തിൽ കുറെ നാൾ ഒരു ഒറ്റപ്പെട്ട ജീവിതം ഉണ്ടായിരുന്നു. എൻ്റെ കാരണം ഒരു ഹൈഡിങ് പ്ലേസ് തന്നെയായിരുന്നു. മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയെടുത്ത ഒരു വിജയത്തിന്റെ ഒരു ശകലമെങ്കിലും വരാതെ എനിക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തില്ലാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് എന്നെ എതിർത്ത, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ല എന്ന് ഉറക്കെ പറഞ്ഞ സമയങ്ങളിലെല്ലാം ഞാൻ വളരെ ഇന്റൻഷനലി തന്നെ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ജീവിച്ച സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഗുണമുണ്ടായിരുന്നോ ദോഷം ഉണ്ടായിരുന്നോ അത് തീർച്ചയായിട്ടും വേറൊരു ചാപ്റ്ററാണ് ചർച്ചയുടെ. പക്ഷേ എൻ്റെ ഈ വർഷത്തെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് നമ്മുടെ ഒരേ പ്രായമുള്ള അമ്മമാരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ 6 അമ്മമാരുടെ കൂടെ ഒരു 3 ദിവസം ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. എന്തായാലും വളരെ മനോഹരമായ സമയങ്ങളായിരുന്നു. അതായത് നമ്മൾ ഒരുമിച്ച് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിൽ എത്തിയ 6 അമ്മമാര് ഇപ്പോൾ 20-25 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്ത് ചെയ്യുന്നു, നമ്മൾ 20 വർഷം മുമ്പ് നമ്മളെ പറ്റി വിചാരിച്ച കാര്യങ്ങളാണോ
നമ്മളിപ്പം ചെയ്യുന്നത്? നമ്മൾ എന്തുമാത്രം സാറ്റിസ്ഫൈഡ് ആണ്? നമ്മള് ഈ ഒരു ഇത്രയും വർഷങ്ങൾ ഇവിടെ ആയിരുന്നപ്പോഴും അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതം നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു? അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങള് മനോഹരമായ ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയും കുറേ നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു കാര്യം, നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി വളരെ കുറവായിരിക്കാം. ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്, അതെനിക്കറിയാം. പക്ഷേ അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത ആളുകളാണ്, അമ്മമാരാണ് എങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ പേര്, ഒരാളെന്ന് ഞാൻ പറയുന്നില്ല, രണ്ടോ മൂന്നോ പേരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളും വയസ്സായി വരികയാണ്. നമ്മുടെ മദർഹുഡ്, നമ്മൾ വയസ്സാകുന്നതോറും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. പക്ഷെ ഒപ്പം അമ്മ എന്ന ഉത്തരവാദിത്തം മാറുന്നില്ല. അപ്പൊ അത് പല രീതിയിൽ നമ്മൾ അമ്മ എന്ന ഉത്തരവാദിത്തം നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മോടും തന്നെയും ചെയ്യാനുണ്ട്. അപ്പൊ അതിന് നമ്മെ സഹായിക്കുന്നതും നമ്മളെ അതിനു വേണ്ടിയിട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മറ്റു പലരുടെയും അഭിപ്രായങ്ങളും അവരുടെ പരിചയവും അതിലുണ്ടായിരുന്ന അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കരിയർ പ്ലാൻസ്, അങ്ങനത്തെ കാര്യങ്ങളെക്കാൾ അധികമായിട്ട് നമ്മൾ അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മദേഴ്സ് ഡേയിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ വളരും തോറും നമ്മുടെ ചിന്തകൾക്ക് വളർച്ച കിട്ടണമെങ്കിൽ നമ്മോടൊപ്പം ചിന്തിക്കാനും സംസാരിക്കാനും ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ സഹോദരി ഹൈറ്റിയിലോട്ട് വരികയാണ്. അവിടെ സഹോദരിമാരെയാണ് പായൽ കൂട്ടി വിളിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കുറെ നല്ല ടോക്കുകളായിരിക്കും ഇന്നത്തെ ഇതിലുണ്ടായിരിക്കുക. ഒപ്പം മനോഹരമായ എന്താ പറയാ, ആസ്വദിക്കാനാകുന്ന ഭക്ഷണങ്ങളും കുറെ നല്ല കൂട്ടുകെട്ടുകളും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇന്ന് എനിക്ക് നല്ല കുറച്ച് കൂട്ടുകെട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നല്ലതായിരിക്കും. ഈ ഒരു നെറ്റ്വർക്കിങ്ങിലൂടെ നിങ്ങളുടെ കണക്ഷൻസിൽ എനിക്ക് പറ്റുന്ന ഒരു അമ്മയാണ്, ഇവരെയായിട്ട് എനിക്കൊന്ന് റീകണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് കണക്ട് ചെയ്യുക. അവരുമായിട്ടുള്ള കമ്പനി നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള കാച്ചപ്പിലൂടെ ചെയ്യുക. അപ്പൊ ഈ ഒരു 3 കാര്യമാണ് മദേഴ്സ് ഡേയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കത് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നിങ്ങളും അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യുക. എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമില്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ കണക്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും ഇവിടെ റേഡിയോ എല്ലാ ശനിയാഴ്ചയും നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ റേഡിയോയിലൂടെ മറ്റുള്ളവർക്ക് നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും നന്മ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, മാതൃസ്നേഹം തുളുമ്പുന്ന ഒരു മാതൃദിനം ആശംസിക്കുന്നു. അടുത്ത ആഴ്ചയാണ് നമുക്കറിയാം, നമ്മളത് ഒരു സ്പെഷ്യൽ ഷോയിലൂടെ വരുന്നതായിരിക്കും. പക്ഷെ ഇന്ന് സഹോദരി ടീ സ്പെഷ്യൽ ചർച്ചയായിരുന്നു നമ്മൾ ഇന്ന് ചെയ്തത്. എല്ലാവരെയും സഹോദരി ഹൈ ടീയിലോട്ട് ക്ഷണിക്കുന്നു. പായലിന് എല്ലാവിധ ഭാഗങ്ങളും ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലയാള ജാലകത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ബിസ്മി പാലാട്ടി. നന്ദി, നമസ്കാരം.